ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. വെള്ളിയാഴ്ചയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ക്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് US ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഗ്ലോബൽ ഫണ്ടുകൾ വീണ്ടും എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഏഷ്യൻ മാർക്കറ്റ്, പ്രത്യേകിച്ച് MSCI ചൈന എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് 15 P/യിലാണ്. S&P 500 ട്രേഡ് ചെയ്യുന്നത് 22 P/യിലാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ മാർക്കറ്റിൽ ലോവർ ലെവലിലൊരു ബൈയും കാണാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ താഴെ വന്നിരുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ എന്നൊന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. $2,954 പെർ ഔൺസ് ആണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ബെറ്റർ ആണ്, അതുപോലെ തന്നെ കോപ്പർ ബെറ്റർ ആണ്. മറ്റു കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്ക് അല്ലെ ഒരു മിക്സഡ് സെന്റിമെന്റിലാണെന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിലെ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് കാണുന്നത്. വീണ്ടും ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിൽ സെൽ ഓഫ് കാണാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അത്തരത്തിലുള്ള മാർക്കറ്റ് പാരാമീറ്റേഴ്സാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. ഇനി ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള വേദാന്ത ലിമിറ്റഡ്, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളായ SBI ലൈഫ്, ഹിൻഡാൽകോ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, റെലിഗെയർ, സുബ്രോസ്, ഗാബ്രിയൽ ഇന്ത്യ, അതുപോലെ തന്നെ ആംബർ എൻ്റർപ്രൈസസ്, ഇപാക്, NTPC, ഗ്രാന്യൂൾസ് ഇന്ത്യ, എപ്പിഗ്രാൻ ലിമിറ്റഡ്, ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ സിയറ്റ് ലിമിറ്റഡ് ഉണ്ട്. ഒപ്പം മണപ്പുറം US ബെയിൻ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓപ്പൺ ഓഫർ വരുന്നത് കറന്റ് മാർക്കറ്റ് റേറ്റിനേക്കാളും 20-25% ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 240-245 ലെവലിലായിരിക്കാം ഒരു പക്ഷേ ഓപ്പൺ ഓഫർ വരാൻ സാധ്യത. ഏത് നിമിഷവും ഈ ഡീൽ അനൗൺസ്മെൻറ്റ് വന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളൊന്നും ബജാജ് ഓട്ടാണ്. നെതർലൻഡിലെ അവരുടെ സബ്സിഡിയറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാണ്. ബജാജ് ഓൾവേസ് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നൊരു കമ്പനിയാണ് ഓട്ടോമൊബൈൽ രംഗത്ത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. RVNL 186 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AMI ഓർഗാനിക്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്, 10 രൂപയിൽ നിന്ന് 5 രൂപയാക്കാണ്. റിയൽ ടെൽ വീണ്ടും 288 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിരിക്കുകയാണ്. NTPC ഇന്ത്യയിലത്തെ EDF ഇന്ത്യ എന്ന് പറയുന്ന ഫ്രാൻസിലത്തെ ഇലക്ട്രിസിറ്റി ഡി ഫ്രാൻസ് കമ്പനിയായിട്ടൊരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഉള്ള പവർ സെക്ടർ കമ്പനിയാണ് NTPC. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ താഴെ പറയുന്നവയാണ്. ഒന്ന് NCC, അതുപോലെ തന്നെ ബ്ലിസ്, GVS ഫാർമ, ടിന്ന റബ്ബർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ. കണ്ടിന്യൂസ് ആയിട്ട് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഈ സ്റ്റോക്കുകളൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു വ്യൂ പോസിറ്റീവ് ആയിരിക്കും. കാരണം പ്രൊമോട്ടേഴ്സിൻ്റെ ബൈയിങ്ങും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഹെൽത്ത് കെയർ ഗ്ലോബൽ KKR ബൈ ആണ്. 54% സ്റ്റേക്ക് വാങ്ങിയിട്ടുണ്ട്. ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യാം. അതുപോലെ തന്നെ ട്രൈഡൻറ്റ് 1000 crore rupees ക്യാപെക്സ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ സ്പെൻഡ് ചെയ്യാണ്. ട്രൈഡൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. സിഗ്നേച്ചർ ഗ്ലോബൽ എക്സ്പെക്ട് ചെയ്യുന്നു 2.5 times ഓപ്പറേഷണൽ റവന്യൂ ആണ് ഈ വർഷം. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് സിഗ്നേച്ചർ ഗ്ലോബലിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ICICI സെക്യൂരിറ്റീസിൻ്റെ നിഫ്റ്റി, അതുപോലെ തന്നെ സെൻസെക്സ് ടാർജറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് 27,000-90,000 ആണ്. അതുപോലെ തന്നെ PE റേഷ്യോ നിഫ്റ്റി 50 കൊടുത്തിരിക്കുന്നത് 21 തീർച്ചയായിട്ടും ഇതൊക്കെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള സെൽ ഓഫ് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. അല്ലാത്ത പക്ഷം മാർക്കറ്റ് സെലക്റ്റീവ് ആയിട്ട് റിക്കവറി നടത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.